ബ്രോ ഞാൻ ഈ നെസ്ലേൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചാർട്ടാണ് ഇതിപ്പോൾ. അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്ക്. ബ്രോക്ക് SMC എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അറിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട. പക്ഷേ നമ്മൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ നമ്മൾ സ്ട്രക്ചർ മാർക്ക് ചെയ്യുക. ആ സ്ട്രക്ചർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരോ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് POI എന്ന് പറയും. പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഏതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയകൾ എന്നുള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് അറിയണം. അപ്പോൾ ഇവിടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു അപ്പ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രക്ചറാണെന്നുള്ളത് ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം ഇവിടുന്ന് ഒരു ഹൈ ലോ ഉണ്ടാക്കി ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി ഹൈ ഉണ്ടാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണല്ലോ ഇവിടെ മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആസ് പെർ SMC അല്ലെങ്കിൽ ICT കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളൊരു സ്ട്രക്ചറിനെ ഒരു ഹയർ ഹൈയും ഹയർ ലോയും കൺഫേം ആക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അതായത് പുൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു റാൻഡായിട്ട് അതിലുള്ള ഒരു മെയിനായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ മുതൽ ഹൈ വരെ പോയി, ആ ഹൈ വരെ പോയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോൺ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത്, അപ്പോൾ ഇതിനെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയും. ഈ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് നെക്സ്റ്റുള്ള ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലോയാണ് ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയുള്ള ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. അപ്പം ഈ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഹയർ ഹൈ കൺഫേം ആവും. അതുപോലെ തന്നെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹയർ ലോയും കൺഫേം ആവും. ഇതാണ് ഹയർ ലോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് യെല്ലോ പോയിൻ്റാണ്. അത് ഹൈ ഫസ്റ്റ് മുകളിലുള്ള യെല്ലോ പോയിൻ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടെ എടുത്തപ്പോൾ ഹയർ ഹൈ കിട്ടി, വീണ്ടും ഈ ഹൈനെ തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ ഹയർ ലോയും കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിന് ശേഷം പിന്നെയും മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ നെക്സ്റ്റ് ഇനി ഇതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റിനെ സ്വീപ്പൊക്കെ ചെയ്യുമ്പോഴാണ് അടുത്തൊരു സ്ട്രക്ചർ ഫോം ആവുക. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബുള്ളി സ്ട്രക്ചറാന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മുതൽ ഞാൻ ഇവിടെ എടുക്കുകയാണ്. അതായത് ഈ ഒരു ഹൈ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത്, അത് ഹൈ ആയിട്ട് നമ്മൾ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു പുൾ ബാക്ക് ഉള്ളത് ഈ ഒരു പുൾ ബാക്കാണ്. ഇതിന് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ ക്യാൻഡിൽ വൈസ് ഇവിടെ പുൾ ബാക്ക് നോക്കുക. അതായത് ഇങ്ങനെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോൺ ഇവിടെ മാർക്കറ്റ് ടേക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇവിടെയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ ഇങ്ങനെ പോയി ഈ ഒരു ക്യാൻഡിലിനെ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിനെ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഇവിടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈ ഇങ്ങനെ ഫോം ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹൈനെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോനെ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഹയർ ഹൈ കൺഫേം ആയി. അപ്പം ആ ഹൈ വീണ്ടും ഇവിടെ സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്ത്, അപ്പം ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഹയർ ലോ. അപ്പോൾ ഇവിടെ ഹയർ ലോ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇൻഡ്യൂസ്മെൻറ്റിന് ഈ ലിക്വിഡിറ്റിക്ക് ശേഷമുള്ള ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഏറ്റവും ലോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് നമ്മൾ ഹയർ ലോ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കും. അപ്പം ഇതായിരുന്നു ഹൈ. ഈ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഹയർ ഹൈനെ പോരാട് സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത് ഇതാണ് ഹയർ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പുൾ ബാക്ക് എടുത്തപ്പോഴാണ് ഇവിടെ ഈ ഹൈ കൺഫേം ആയത്. അപ്പോൾ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഈ സ്ട്രക്ചർ ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ ഇവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഈ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് പോയി പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലോ എപ്പോഴാണോ ടേക്ക് ഔട്ട് ചെയ്യണത്, ഇവിടെ ഇപ്പോൾ ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത്, അപ്പോൾ അതിന് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കും. ആ ലോണ് ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഇവിടെ കൺഫേം ആവും. അപ്പോൾ ഇതാണ് ഹൈ. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ലോ ടേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ ഹൈ കൺഫേം ആയതിനു ശേഷം ഇവിടെ വീണ്ടും ആ ഹൈനെ ബ്രേക്ക് ചെയ്തപ്പം അതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് ഫോം ആവും. സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഏറ്റവും ലോസ്റ്റ് പോയിന്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഹയർ ലോ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറൻ്റ് ഉള്ള ഹയർ ലോ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുമല്ലോ, ഹയർ ലോയും ഹയർ ഹൈയും. ഈ സ്ട്രെച്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് തന്നെയാണ് ഹയർ ഹൈ എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഹൈ കൺഫേം ആണ്. അപ്പം ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്വിങ് ലോ ടു ഈ ഒരു സ്വിങ് ഹൈ ആയിരിക്കും ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ 50% മാർക്കറ്റ് വന്നിട്ടാണ് നമുക്ക് ഇവിടുന്ന് റിയാക്ഷൻ തരുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറക്ഷൻ ആണെന്നാണ് അർത്ഥം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു 50% ആണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് കളക്ട് ആക്കുമ്പോൾ. അപ്പം ഇവിടെ ഈ ഈ ഇൻഡ്യൂസ്മെൻറ്റ് 50%ൻ്റെ മുകളിലുള്ളത് പ്രീമിയവും 50%ൻ്റെ താഴെ ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും സാധനം മേടിക്കുമ്പോൾ ഡിസ്കൗണ്ട് എന്നാണല്ലോ മേടിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും പ്രീമിയത്തെ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്കൗണ്ടിലുള്ള അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു POIയോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റിയാക്ഷൻ തരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ടിലുള്ള ലാസ്റ്റുള്ള പുൾ ബാക്ക് ഇതൊരു POI ആണ്, മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു POI ആണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് റിയാക്ഷൻ തന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്കിവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ തൊട്ടതായ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 1:2 എന്നുള്ള റേഞ്ചിൽ നമുക്കിവിടെ ടാർഗറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് ഫോം ആവണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് വിചാരിക്കണം. അപ്പം ഇവിടെ ഈ ഒരു ഹയർ ലോ ഉണ്ടായതിനു ശേഷം ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഉണ്ടായ ഒരു പുൾ ബാക്ക് നടന്നത് ഏറ്റവും അവസാനത്തെ പുൾ ബാക്ക് ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ഈ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുന്ന പുൾ ബാക്കാണ്. ഇതിന് ശേഷം വീണ്ടും ഒരു മുകളിലേക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുന്ന പുൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ഇവിടെ എടുക്കുന്നുണ്ടോ നോക്കാം. ഇവിടെ മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടില്ല. ഇവിടെ മാർക്കറ്റ് ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാണ്ട് മുകളിലേക്ക് തന്നെ പോയി ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് പിന്നെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വൈസ് പുൾ ബാക്ക് തരുന്നത്. അതുവരെ ഇങ്ങനെ മുകളിലേക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിനെ ലോൺ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ. അപ്പം ഇങ്ങനെ പോയി ഇവിടെ ഒരു പുൾ ബാക്ക് വന്ന് ആ പുൾ ബാക്കിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഒരു ഹൈനെ ഇവിടെ ചെറുതായിട്ടൊന്ന് സ്വീപ്പ് ചെയ്തു. അവിടെ ചെറുതായിട്ടൊരു സ്വീപ്പ് നൽകി. അപ്പോൾ സ്വീപ്പ് നൽകുമ്പോൾ ഈ താഴത്തേക്ക് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ള ലോനെ മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ പുൾ ബാക്ക് എന്നുണ്ടെങ്കിൽ ഈ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ആവും. കാരണം ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് എപ്പോഴും പറയുന്നത് ലാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള പുൾ ബാക്കിനാണ്. അപ്പം ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ ഹൈ എന്ന് പറയുന്നത് ഇവിടെ കൺഫേം ആവും. നമ്മൾ നേരത്തെ നോക്കിയാൽ തന്നെ ഇതാണ് ഹൈ. ആ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയല്ലോ, ഇതാണ് പ്രീവിയസ് ആയിട്ടുള്ള ലോ ഇതാണ്. അപ്പോൾ നമുക്ക് ലോയും കിട്ടി ഹൈയും കിട്ടി. അപ്പം ഇവിടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ലോ ടു ഹൈ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ 50% എന്ന് പറയുന്നത് ഈ ഗ്രീനിലിവിടെ കാണാം 0.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഈ 0.5 കണ്ടില്ലേ, ഇത് ഞാൻ ഇങ്ങനെ നീട്ടി ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ 0.5 എന്നുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് കളക്ട് ചെയ്ത് ഒരു 0.5 എന്നുള്ളവിടെ ഞാൻ ജസ്റ്റ് ഒരു സോണാക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഫിബിനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കാണുന്നുണ്ടാവില്ല, ഇതാണ് ഒരു 0.5 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 0.5ൻ്റെ മുകളിലുള്ള ഏരിയ എന്നൊക്കെ പറയുന്നത് പ്രീമിയം സോണായിരിക്കും. ഈ സോൺ എന്ന് പറയുന്നത് പ്രീമിയമാണ്. ഈ 0.5ൻ്റെ താഴത്തേക്കുള്ള സോണാണ് ഡിസ്കൗണ്ട്. ഈ ഒരു ഏരിയയാണ് ഈ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് കിട്ടി. ആ ട്രേഡിംഗ് റേഞ്ചിൻ്റെ മുകളിലുള്ളതൊക്കെ പ്രീമിയം സോണും താഴെയുള്ളതൊക്കെ ഡിസ്കൗണ്ട്. നമ്മൾ ഡിസ്കൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സാധനം മേടിക്കേണ്ടത്. അപ്പോൾ ആ ഡിസ്കൗണ്ടിലാണോ അല്ലേ എന്നുള്ളത് അറിയാൻ നമുക്ക് സ്ട്രക്ചർ അറിയണം. അപ്പോൾ അതിനാണ് നമ്മൾ ഹയർ ലോയും ഹയർ ഹൈയും കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഹയർ ലോയും ഹയർ ഹൈയും നമുക്കറിയാം ഏതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ 50% താഴെ മാർക്കറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ 50% താഴെ വരുമ്പോൾ ഇവിടെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതൊരു ഓർഡർ ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു ഡയഗണൽ ലിക്വിഡിറ്റി എന്ന് പറയും. ഒരു ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷമുള്ള ഫസ്റ്റത്തെ POI എന്ന് പറയുന്നത് ശരിക്കും വരിക ഇതാണ്. പക്ഷേ ഇത് ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. ഈ ഒരു POI ആണ് ഇവിടെ ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ ഇനി നമുക്ക് വർക്കാവത്തില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വരാനുള്ള സാധ്യതയ്ക്കും കൂടുതൽ. അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി താഴെ ഇവിടെ ഡോളർ സൈനിൻ്റെ ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുള്ള അവിടെ ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ട്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഡോളർ സൈന്. ഇവിടെ നമുക്ക് ഇതാണ് ഓർഡർ ഫ്ലോ വരുന്നത്. അപ്പം മാർക്കറ്റ് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇതിനെ നമ്മൾ ഡയഗണൽ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയും. ഇത് മേജറായിട്ടുള്ളൊരു ലിക്വിഡിറ്റിനെ നമ്മൾ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതിനാണ് DOL എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്, ഡ്രോൺ ലിക്വിഡിറ്റി. അപ്പോൾ ഡ്രോൺ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഓർഡർ ഫ്ലോ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റിനെ ഇവിടെ മാർക്കറ്റ് കളക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ആ ഒരു ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലോന് ഈ ഫസ്റ്റ് ടൈം ഇവിടെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്ത് അതിനുശേഷം വീണ്ടും ആ സ്വീപ്പ് ചെയ്ത ലോന് ഒരു വട്ടം കൂടെ ഇവിടെ സ്വീപ്പ് ചെയ്ത്. അപ്പോൾ 2 തവണ ഇവിടെ സ്വീപ്പ് നടന്ന് പ്ലസ് ഇവിടെ മേജറായിട്ടുള്ള ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത് പ്ലസ് ഇവിടെ 50% നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു 50% ആണത്. ആ 50%ൻ്റെ താഴെയാണുള്ളത്. അതായത് പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഓർഡർ ഫ്ലോയിൽ മാർക്കറ്റ് വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ഒരു ഓർഡർ ഫ്ലോയിലേക്ക് വരുന്നുള്ളത്. പക്ഷേ ഇവിടെ ഓർഡർ ഫ്ലോയിലേക്ക് മാർക്കറ്റ് വരാതെ ഇവിടെ ഡ്രോൺ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് പ്ലസ് ഇവിടെ 2 തവണ ഇവിടെ മാർക്കറ്റ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പും ചെയ്ത്. അപ്പം നമ്മൾ മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഹയർ ലോ ടു ഹയർ ഹൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചർ, കാരണം നമുക്കറിയാം ഓൾറെഡി 50%ലേക്ക് വന്ന് മെയിനായിട്ടുള്ള ലിക്വിഡിറ്റി ഒക്കെ ഇവിടെ കളക്ട് ചെയ്ത് ഇവിടെ 2 തവണ ഇവിടെ ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്ത് ആ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ നമ്മൾ നേരത്തെ മേജർ സ്ട്രക്ചർ പഠിച്ചില്ല, ഇൻഡ്യൂസ്മെൻറ്റ് കളക്ട് ചെയ്തതിന് ശേഷം പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ടേക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ വിക്ക് നോക്കിയിട്ടാണെങ്കിൽ ബോഡി ആണെങ്കിൽ ബോഡി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നു. ആ സ്ട്രക്ചർ ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും, ലിക്വിഡിറ്റി എന്നൊക്കെ പറയാം. ഇൻഡ്യൂസ്മെൻറ്റ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വേണ്ടിയിട്ടാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് തന്നെ പറയുന്നത്. ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും മാർക്കറ്റ് എന്താ ചെയ്തത്, ഇവിടെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ വീണ്ടും ഈ ഒരു ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഇവിടെ 50% മാർക്കറ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് ഒന്നും തന്നെയല്ല, ഈ ഒരു ഓർഡർ ഫ്ലോ ഒക്കെ ഇവിടെ മിറ്റിഗേറ്റഡ് ആണ്. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓർഡർ ഫ്ലോ ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയി. അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഇപ്പം മിറ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിയൊന്നും മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സൽ ആവണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടെന്നെങ്കിലും റിവേഴ്സൽ ആവണം. അല്ല ഇതിനെ ഫെയിലായിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഹയർ ലോൻ്റെ ഇവിടെ സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓർഡർ ഫ്ലോ അല്ലാണ്ട് ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുണ്ടാവുന്നവർ.
അപ്പോൾ ഇതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്, സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ വരാനോ അല്ലെങ്കിൽ ഇതിന് താഴത്തേക്ക് വന്നിട്ട് ഇതിന് ഫെയിൽ ആകാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇപ്പം കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ മേജറായിട്ട് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഡിസ്കൗണ്ട് സോണിലാണ്, പ്ലസ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് വീണ്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഓർഡർ ഫ്ലോയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തപ്പം ഉണ്ടാക്കിയിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമുള്ള സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഓർഡർ ഫ്ലോ ആണ് ഇത്. ആ ഒരു ഓർഡർ ഫ്ലോയിൽ ഇത് വീക്കിലി ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീക്കിലി നോക്കുമ്പോൾ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുക, ഈ 3 ക്യാൻഡിൽസ് നോക്കുക. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ ഇവിടെയും ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. അപ്പം ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ ഇവിടെ സ്വീപ്പ് നടന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലത്തെ പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ വന്നിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പം ഇത്രയും കൺഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു തോട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലോങ് ഒരു എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോൻ്റെ തൊട്ട് താഴെ, എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ 1:2 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വെക്കുക. ഒരു 1:2 എന്ന ടാർഗറ്റ് വെക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഹയർ ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്താൽ ഇത് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് മാറും. അപ്പോൾ ഹൈനെ ഇനിയും വീണ്ടും, കാരണം നമുക്ക് ഓൾറെഡി അറിയാം മെയിനായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. അപ്പം ഇവിടെ ഇനി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡായിരിക്കും ഫോം ആവാനുള്ള സാധ്യത. ഇതുവരെ ബിയറിഷ് അല്ലല്ലോ ട്രെൻഡ്. പ്ലസ് നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഏരിയകൾ നമ്മൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമുള്ള പ്രോപ്പറായിട്ടുള്ള ഏരിയകളിൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഒരു എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 1:2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസ്ക് നമുക്ക് എടുക്കും. ഇവിടെ 9% ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്, ഓൾമോസ്റ്റ് 20% എടുത്ത് ടാർഗറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ റിസ്ക് റിവാർഡ് അനുസരിച്ച് പൊസിഷൻ സൈസ് ചെയ്തിട്ട് നമ്മൾ 1% ആണ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ലോസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 1,00,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 1% പറയുമ്പോൾ ഒരു സിംഗിൾ ട്രേഡിൽ 1000 ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൊസിഷൻ സൈസ് ചെയ്തിട്ട് ഈ 9% കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ 1000 രൂപ നഷ്ടമാക്കാനുള്ള രീതിക്കുള്ള പൊസിഷനാണ് നമ്മൾ എടുക്കുക. എപ്പോഴും എത്ര കൺഫർമേഷനുള്ള ട്രേഡ് ആണെങ്കിലും നമ്മൾ അതും കൂടെ ചെയ്യണം. പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ 1:2 എന്നുള്ള റിസ്ക് എടുത്ത്, അപ്പോൾ ഇത് ഇത്രയും സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കണം, റിസ്ക് റിവാർഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള സിംഗിൾ ലോൻ്റെ താഴെ വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എടുക്കാം. അപ്പം 1:3.73 എന്ന് പറഞ്ഞിട്ടുള്ള റിസ്ക് റിവാർഡായി. അപ്പോൾ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞ് റിവാർഡ് കൂടി. ഈ ഒരു സൈഡ് വെക്കുമ്പോൾ നമ്മൾ സേഫസ്റ്റ് ആയിട്ടുള്ളൊരു SL ആണ് വെക്കുന്നത്, പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ടും ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രക്ചറും അപ്പ് ട്രെൻഡ് ആണെങ്കിൽ ഈ ലോനെ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രേഡ് ഞാനിവിടെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നെസ്ലേൻ്റെ BSEൻ്റെ ചാർട്ടിലാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം വരച്ചത്. ഞാനത് ഡ്രോ ചെയ്തിട്ടുള്ള അതിൻ്റെ NSE ചാർട്ടിലാണ്, ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് 1%-ൻ്റെ അടുത്തോളം. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാകുന്നു, എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാകുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്, അതൊക്കെ പഠിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് പറഞ്ഞു തന്നാലുണ്ടെങ്കിലും മനസ്സിലാവുക.